നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെയും ചേച്ചിയും കൂട്ടി വരാൻ വേണ്ടി അമ്മ വരുണിനെ അയച്ചതല്ലേ? അപ്പൊ വരുൺ എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. ഞങ്ങൾ അന്വേഷിച്ചു വരുൺ എത്തുമ്പോ ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. ഞാൻ എവിടെ എത്തിയെന്ന് ചോദിക്കായിരുന്നല്ലോ. പ്രിയങ്കേ, ഈ ചേച്ചി മിണ്ടരുത്. എന്തിനാ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നെ? ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇവിടെ ജീവിക്കുന്നല്ലേ? അച്ഛനൊരു തീരുമാനം എടുത്തു. അവഗണിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണെങ്കിൽ അച്ഛന്റെ ഒരു വാക്ക് മതി, ഞാൻ പോയിക്കോളാം. ഇറങ്ങിപ്പോകേണ്ടത് പ്രിയങ്കമോളല്ല, വരുൺ. ഈ കുടുംബത്തിനകത്തൊരു അസ്വസ്ഥത ഉണ്ടാകാൻ എനിക്ക് ആഗ്രഹമില്ല. സംഭവിച്ചത് സംഭവിച്ചു, എങ്കിലും അത് തിരുത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് രാധിക ഇനി കണിമംഗലത്ത് നിൽക്കണ്ട. അപവാദങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും നല്ലതല്ല. എല്ലാവർക്കും അവരവരുടെ ഭാവിയുള്ളതാണ്. രാധിക മോളുടെ ഭാവി കൂടി കണക്കിലെടുത്താണ് ഞാനിത് പറയുന്നത്. ഇനി ഈ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അമ്മേ, സത്യത്തില് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, അതങ്ങ് അനുസരിച്ചാ മതി. മോളെ, കണ്ട അന്ന് മുതല് മനസ്സിൽ നീ ഒരു നല്ല കുട്ടിയാ. ഇക്കാര്യത്തിലെന്നല്ല, വേറെ ഒരു കാര്യത്തിലും നിന്നെക്കുറിച്ച് തെറ്റായ ഒരു കാര്യം കേൾക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല. സൂര്യയുടെ ചികിത്സ തീരുന്നതുവരെ നീ ഇവിടെ വേണമായിരുന്നു എന്നാ എന്റെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. സൂര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനുവേണ്ടി ആരെയും ചുമതലപ്പെടുത്തണ്ട. നാളെ രാവിലെ ഇവിടുന്ന് പോയേ പറ്റൂ. കിടന്ന് ചാടാതെ ചക്ക. ഇതിനു മുമ്പ് എന്നെ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴോ ക്രൂശിക്കുമ്പോഴോ കണിമംഗലത്ത് എല്ലാം ന്യായമാണ് നടക്കാറുള്ളത് എന്ന് നീ പറയാറില്ലേ? ഇത് ന്യായമാണെന്ന് നീ മനസ്സിൽ വെച്ചോ. എന്നിട്ടേ ദേ ഇവളുടെ അടുത്തുനിന്ന് മാറി നീ പ്രിയങ്കയുടെ അടുത്ത് നിൽക്കാൻ നോക്ക്. ഇതാ നിന്റെ ഭാര്യ. ഇവളെ ഒപ്പം കൂട്ടി നടന്നാലേ അതിന്റെ പേര് വേറെയാകും. മനസ്സിലായോടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.